ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിനായി നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ ഡെറിവേറ്റീവ് അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലാം നോക്കുന്നത് OI ട്രെൻഡ് ഒന്നല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂ ലോങ് പൊസിഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% മുകളിൽ വരണം, വോളിയം ആൻഡ് ഡെലിവറി 2x മുകളിൽ വേണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ മാച്ച് ചെയ്യുന്ന സ്റ്റോക്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റോക്സ് വന്നത് ക്യാൻഫിൻ ഹോം ആണ്. അപ്പോൾ അത് ന്യൂ ഷോർട്ട് പൊസിഷൻ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് 41% മുകളിലുണ്ട്. പിന്നെ വോളിയം ഡെലിവറിയും 2x മുകളിലുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ക്യാൻഫിൻ ഹോമിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത പ്രൈസ് നോക്കാം. 744.20 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ OI പ്ലസ് ഓർ മൈനസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ 744 അടുത്ത് ഉള്ള സ്ട്രൈക്കിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അപ്പോൾ ഈ 750 നല്ല രീതിയിൽ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് 750 ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ. ഇനി ഇതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ലെവലും റെസിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഒരു അപ്പ് ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളൂ. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കെയർ ആണെങ്കിൽ നമുക്കൊരു അപ്പ് സൈഡ് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെൽ സൈഡ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ ക്യാൻഫിൻ ഹോമിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത് 752 750 ലെവലാണ്. അപ്പോൾ ആ ലെവൽ ടച്ച് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഈ മാർക്കറ്റ് ഇപ്പോൾ നല്ല ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 752 ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു 752 ലെവൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. ഇനി അടുത്ത സ്റ്റോക്ക് ABFRലാണ്. അതിൻ്റെ OI ട്രെൻഡ് നോക്കുമ്പോൾ ന്യൂ ലോങ് പൊസിഷൻ ആണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 18% മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വോളിയം ഡെലിവറി പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ 8x 5x മുകളിലാണ്. അത് നമുക്ക് ABFRലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ABFR ക്ലോസ് ചെയ്തിരിക്കുന്നത് 263.50 ലെവലാണ്. നമുക്ക് OI പ്ലസ് ഓർ മൈനസ് ക്ലിക്ക് ചെയ്യാം. ഈ 263 അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കുകളിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 260 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ 270 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇന്ന് ഹൈ വന്നിരിക്കുന്നത് 273 ആണ്. അപ്പോൾ നമുക്കവിടെ 270 മാർക്ക് ചെയ്യാം. ഇനി ഇന്നത്തെ ഹൈയും കൂടി മാർക്ക് ചെയ്യാം. അതും റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്കിവിടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 260 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 260 ലെവൽ മാർക്ക് ചെയ്യാം. ഇനി അതിന് തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാം, ഈ ഒരു ലെവല്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട്, അതായത് 260 258 ലെവലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ, അതായത് 270 262 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു 258 ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴേക്ക് വരും. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ നല്ല ബുള്ളിഷ് ആണെങ്കിൽ 273 ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് നാളത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. അടുത്ത സ്റ്റോക്സ് M&A ആണ്. അപ്പോൾ M&A ന്യൂ ഷോർട്ട് പൊസിഷനാണ് വന്നിരിക്കുന്നത്. അത് 15% കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ 9x മുകളിൽ വോളിയം, 5x മുകളിൽ ഡെലിവറി പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 263.45 നമുക്ക് OI ചേഞ്ച് നോക്കാം. അപ്പോൾ 263.45 തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് 260 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് M&A ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് 260 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. അതിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ ക്യാൻഡലിൻ്റെ ഓപ്പൺ ആ ഒരു പ്രൈസിന് മാർക്ക് ചെയ്യാം.
അതായത് 261, 260 ലെവൽ, അതാണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ട്. അപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 260 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനി ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് അപ്സൈഡാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 270 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ആ 270 ലെവലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 270 അതുപോലെ ഇന്നത്തെ ഹൈ അതായത് 271. ഓക്കെ, അപ്പോൾ ഈ ലെവലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നാളെ ഈ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി നല്ല ബുള്ളിഷ് ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഈ ഒരു 271 ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 271 ലെവലിൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഐഡിയ ആണ്. അപ്പോൾ ഐഡിയ ഷോർട്ട് കവർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ ന്യൂ ലോങ്ങും ന്യൂ ഷോർട്ടും മാത്രമാണ് സെലക്ട് ചെയ്യാറ്. പിന്നെ അടുത്ത് സൺഫാർമയാണ്. അപ്പോൾ സൺഫാർമ ന്യൂ ഷോർട്ട് പൊസിഷനാണ്. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 10% മുകളിലുണ്ട്. വോളിയം 3x മുകളിലുണ്ട്. ഡെലിവറി 4x മുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വേറെ സ്റ്റോക്സുകളൊന്നും ഇല്ല, നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ട് അപ്പോൾ സൺഫാർമ വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ക്യാൻഫിൻ ഹോം, ABFRL, M&M, പിന്നെ സൺഫാർമ. നമുക്ക് സൺഫാർമയുടെ ലെവൽ നോക്കാം. അപ്പോൾ സൺഫാർമയുടെ ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ അത് 1484 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് OI ± നോക്കാം. അപ്പോൾ 1484 തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് 1500 അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺഫാർമയുടെ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 1565, 1560 ലെവൽ, ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത ലെവലാണ്. അതായത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് 9 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അന്ന് ആ മാർക്ക് ചെയ്ത ലെവലാണ്. എക്സാക്റ്റ് ആ ഒരു മാർക്കിംഗ് കണ്ടോ, ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ആ ലെവലിൽ ടച്ച് ചെയ്തിരുന്നില്ല, പക്ഷേ അത് കഴിഞ്ഞ് ഇന്നാണ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തത്. അതായത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലെവൽ അന്ന് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും വാലിഡ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ചാൻസ് ഉണ്ട്. ഒരു ഭാരതി എയർടെൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഭാരതി എയർടെൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ് കണ്ടോ. ആ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി കണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ചാർട്ടിൽ മാർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഈ ഒരു ലെവൽസ് വാലിഡ് ആണ്. നമുക്ക് സൺഫാർമയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ സൺഫാർമ ഇപ്പോൾ 1500 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 1500 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. ഇനി ഈ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിരുന്നു, അപ്പോൾ അതിപ്പോൾ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ 1503, ഒരു 1504 ആക്കാം, റൗണ്ട് ചെയ്ത് 1504. ഓക്കെ, അപ്പോൾ ഇനി ഈ 1500, 1504 ഈ സൺഫാർമയിൽ സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെല്ലാം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു 1504 ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് താഴേക്ക് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിൽ കയറാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. എപ്പോഴാണ് മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ചേഞ്ച് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.